എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക്കിന്റെ പേരാണ് ലിസൺ ടു ദി വൈസ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ഒരു ടോപ്പിക്കിന്റെ ഒരു തുടർച്ചയായിട്ട് വേണമെങ്കിലും ഇതിനെ കാണാം. അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ എന്താണ്, നമ്മുടെ ഇപ്പോഴത്തെ പുതിയ തലമുറ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക, അവർക്ക് വളരാനുള്ള ഒരു അവസരം കൊടുക്കുക, അവരിൽ നിന്നും നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അറിവുള്ള ആളുകൾ, പ്രത്യേകിച്ചും പ്രായം ചെന്ന ആളുകൾക്കും തീർച്ചയായിട്ടും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക, അത് കേൾക്കുക, അതിൽ നിന്നും നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് പ്രായമുള്ള ആളുകളെ നമ്മൾ പരിഗണിക്കണം അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപഴകണം എന്ന് പറയുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഒരു ജീവിതം കൊണ്ട് അല്ലെങ്കിൽ എത്രയോ വർഷം കൊണ്ട്, ഒരുപക്ഷെ 60-80 വർഷം കൊണ്ട് അവർ ജീവിച്ച് അവർക്ക് കിട്ടിയ അനുഭവം നമുക്ക് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്ക് പ്രയോജനപ്പെടും. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ അവരെന്തെങ്കിലും വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും. ആ തെറ്റ് അവരിപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം മനസ്സിലായിട്ടുണ്ടാകാം. അപ്പം അതിന്റെ വെളിച്ചത്തിലായിരിക്കും പല കാര്യങ്ങളും അവർ പറയുന്നത്. അപ്പം ഇവിടെയും പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതേപടി അത് സ്വീകരിക്കുക എന്നുള്ളതല്ല, അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. ചിന്തിക്കാനുള്ള ഒരു അവസരം തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് കിട്ടും. പക്ഷെ അതിന് തീർച്ചയായിട്ടും നമുക്ക് ക്ഷമ വേണം. പ്രായമുള്ള ആളുകൾ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് എല്ലാ ദിവസവും ഒരല്പം സമയം ചെലവിടുക. തീർച്ചയായിട്ടും അവരുടെ ജീവിതാനുഭവം നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്യാനായിട്ട് സഹായകരമാകും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിലോ സമൂഹത്തിലോ ഉള്ള വൃദ്ധരായിട്ടുള്ള ആളുകൾ, പ്രായം ചെന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട ബഹുമാനം കൊടുക്കുക, അവരുമായിട്ട് സംവദിക്കുക. അപ്പം അവരെവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരുത്തുക അല്ലെങ്കിൽ സുഖമായിട്ട് എല്ലാ 3 നേരവും ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഇടയ്ക്കെങ്കിലും അവരുമായിട്ട് ഒന്ന് സഹകരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ രീതിയിൽ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുവഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു അവസരം കൂടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.